നമസ്കാരം, എല്ലാവർക്കും വിക്ടറി DSD എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോയിൽ ഞാൻ SCERT ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. പുനർജന്മം എന്ന വാക്ക് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ. മരിച്ചതിനു ശേഷം വീണ്ടുമുള്ള ജനനമാണ് പുനർജന്മം. ഇരുളിൽ ആണ്ടുകിടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യ സമൂഹം ഉയർത്തെണീറ്റ ഒരു കാലമുണ്ട്. സാംസ്കാരികമായ ആ ഉയർത്തെണിപ്പിനെ ലോകം പുനർജന്മം എന്ന് വിളിച്ചു. നവോത്ഥാനം എന്ന പദത്തിന്റെ അർത്ഥം പുനർജന്മം എന്നാണ്. യൂറോപ്പിലാണ് അതിന് തുടക്കമായത്. ഈ പാഠഭാഗത്തു നിന്നും നമുക്കത് വിശദമായി മനസ്സിലാക്കാം. ഓക്കെ, here what is the Europe in transition? Our first chapter, Europe in transition. Here first, Hagia Sophia. This is Hagia Sophia, one of the important monuments in the history of the world. It was built in the 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? Okay, അപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. This is Hagia Sophia, one of the important monuments in the history of the world. It was built in the 6th century AD. AD 6ാം നൂറ്റാണ്ടിൽ, ഓക്കെ, 6th century AD 6ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലോക ചരിത്രത്തിലെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് ഹാഗിയ സോഫിയ. ഓക്കെ, AD 6ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് ഹാഗിയ സോഫിയ. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Okay, here ഇപ്പോൾ ഇത് തുർക്കി, do you know the country Turkey? തുർക്കിയിലെ ഒരു ഹിസ്റ്ററി മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു. ചരിത്ര സ്മാരകങ്ങളാൽ സമ്പന്നമായ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നഗരത്തിന്റെ വാസ്തുവിദ്യയുടെ പ്രതീകമാണ് ഇത്. അതാണ് എപ്പിറ്റോം ഓഫ് ദ ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. Do you know where is Constantinople? It is the gateway from Europe to Asia. Okay, features of Constantinople ഞാൻ പിന്നെ പറഞ്ഞുതരാം. And do you know the importance of Constantinople in the history of the world? ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമോ? അതാണ് ഈ ഒരു പാരഗ്രാഫിലെ കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് ഹാഗിയ സോഫിയ ആണ്, ഹിസ്റ്ററി മ്യൂസിയം. ഇത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇസ്താംബുൾ, കോൺസ്റ്റാന്റിനോപ്പിളിന് ഇസ്താംബുൾ എന്ന് പറയും. ഓക്കെ, 6th century AD, അതായത് 6ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഓക്കെ, ഹിയർ ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. നിങ്ങൾക്ക് ഈ മാപ്പിൽ എഴുതാം. ഈ മാപ്പിൽ എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? ഇവിടെ യൂറോപ്പ്, ഇവിടെ ഏഷ്യ, ആൻഡ് ഹിയർ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലും പോകുന്ന ഒരു ഗേറ്റ് വേ ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, Constantinople, the present Istanbul, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. Constantinople, the present Istanbul, കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ മുൻ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിന് അഥവാ ഇസ്താംബുളിന് ലോക ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ നേരത്തെ ഹാഗിയ സോഫിയയിൽ പറഞ്ഞു ഓർമ്മയില്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ, ഹാഗിയ സോഫിയ ഈസ് ലൊക്കേറ്റഡ് അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ? കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ, നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി, അതേപോലെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ, അതായത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ പണ്ട് കാലത്തിൽ അറിയപ്പെടുന്നത്
ഇസ്താംബുൾ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത് ഇസ്താംബുൾ. പ്രസന്റ് ഇസ്താംബുൾ ഇവിടെ. പ്രസന്റ് ഇസ്താംബുൾ. നെക്സ്റ്റ്, what were the features of Constantinople? Center of knowledge, abode of scholars and a treasure trove of scholarly text, gateway from Asia to Europe. ഈ 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഇതൊരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് were the features of Constantinople? ഒരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇതിന്റെ ആൻസർ സെന്റർ ഓഫ് നോളജ്, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഓക്കെ, അതാണ് സെന്റർ ഓഫ് നോളജ്, അറിവിന്റെ കേന്ദ്രം. സെന്റർ ഓഫ് നോളജ്, അറിവിന്റെ കേന്ദ്രം. നെക്സ്റ്റ്, അബോർഡ് ഓഫ് സ്കോളേഴ്സ് അഥവാ ഹാബിറ്റേറ്റ് ഓഫ് സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ വാസസ്ഥലം, പണ്ഡിതന്മാർ താമസിക്കുന്ന സ്ഥലം, പണ്ഡിതന്മാരുടെ വാസസ്ഥലം. അതുപോലെ തന്നെ ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, പണ്ഡിതന്മാരുടെ വാസസ്ഥലവും പണ്ഡിതോചിതമായ പാഠത്തിന്റെ നിധിയും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഗേറ്റ് വേ. ഇവിടെ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? ഏതാ? യൂറോപ്പിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും പോകാൻ പറ്റുന്ന ഒരു ഗേറ്റ് വേ. ഇവിടെ ഒരു സ്മോൾ ഇവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഇവിടെ when the Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. Consequently, scholars, artists, and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. Why did they migrate to Italy? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയപ്പോൾ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. തന്മൂലം പണ്ഡിതന്മാരും കലാകാരന്മാരും എഴുത്തുകാരും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഓടിപ്പോയി സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറി. അവരിൽ പലരും ഇറ്റലിയിലേക്ക് കുടിയേറി. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ മിഗ്രേറ്റ്? ഓക്കെ, ഇവിടെ when the Turks conquered Constantinople in 1453, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയത്. ഓക്കെ, it resulted in the fall of centuries old Eastern Roman Empire. കിഴക്കൻ ഈസ്റ്റേൺ റോമൻ എംപയർ കീഴടക്കിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായി. കോൺസിക്വന്റ്ലി, തന്മൂലം scholars, artists and writers fled from Constantinople to nearby areas in great numbers. അല്ലേ, നമ്മൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിലേക്ക് കീഴടക്കാൻ നമ്മളെല്ലാവരും ഓടിപ്പോവും അല്ലേ? അവിടെ പോയി എവിടെയെങ്കിലും രക്ഷപ്പെടും, ജീവനം കൊണ്ട് രക്ഷപ്പെടും അല്ലേ? സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയി. ആൻഡ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് വേറെ ട്രാവലിങ് അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾ സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയി. അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇവര് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ റൈറ്റേഴ്സും ആർട്ടിസ്റ്റും സ്കോളേഴ്സും അല്ലേ ഉണ്ടായിരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ്, ഇതെവിടെ അബോർഡ് ഓഫ് സ്കോളേഴ്സ്. അപ്പോൾ ഈ റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് സ്കോളേഴ്സ് എല്ലാം ഓടിപ്പോയാൻ സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറി, മീൻസ് അവിടെ താമസിച്ചു. ഓക്കെ, മെനി ഓഫ് ദം മിഗ്രേറ്റഡ് ടു ഇറ്റലി എന്ന രാജ്യത്തിലേക്ക് അവർ മിഗ്രേറ്റ്, അതായത് കുടിയേറിപ്പോയത്. മെനി ഓഫ് ദം മിഗ്രേറ്റഡ്. ഓക്കെ, അതിൽ ഭൂരിഭാഗവും ഇറ്റലിയിലേക്കായിരുന്നു പോയത്. വൈ ഡിഡ് ദേ മിഗ്രേറ്റ് ടു ഇറ്റലി? മൈഗ്രേറ്റ് എന്നും പറയും, അതിന് മിഗ്രേറ്റ് എന്നും പറയും. ഓക്കെ, വൈ ഡിഡ് ദേ മിഗ്രേറ്റ്, എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക്? അപ്പോൾ ഇതൊരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ അടുത്ത പേജിലാണ്. വൈ ഡിഡ് ദേ മിഗ്രേറ്റഡ് ടു ഇറ്റലി? ഓക്കെ, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ 3 പോയിന്റ്സ് ആണ് വൈ ഡിഡ് ദേ മിഗ്രേറ്റഡ് ടു ഇറ്റലി എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, Italy was a country that upheld the rich Greco-Roman tradition.
The rich Italian traders were the patrons of art, literature, and culture. These traders were keen to preserve the historical and cultural heritage. What is heritage? പൈതൃകം. Okay. സമ്പന്നമായ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലി വാസ് എ കൺട്രി. ഇറ്റലി സമ്പന്നമായ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച രാജ്യമായിരുന്നു ഇറ്റലി. ഓക്കെ. The rich Italian traders were the patrons of art, literature, and culture. കലാസാഹിത്യത്തിന്റെയും സാംസ്കാരികത്തിന്റെയും രക്ഷാധികാരികളുള്ള ഒരു കൺട്രി ആയിരുന്നു ഇറ്റലി. ഓക്കെ. കലാസാഹിത്യത്തിന്റെയും സാംസ്കാരികത്തിന്റെയും രക്ഷാധികാരമുള്ള സമ്പന്ന ഇറ്റാലിയൻ rich Italian traders. Okay. These traders were keen to preserve the historical and cultural heritage. ഹെറിറ്റേജിന് മീനിങ് പറഞ്ഞിരുന്നു പൈതൃകം. ഓക്കെ. ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കാൻ ഈ വ്യാപാരികൾ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഈ പോയിന്റിലൂടെ വ്യക്തമാക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹെൻസ് ഈ പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റാലിയൻ നഗരങ്ങൾ ചിന്താഗതി വർദ്ധിപ്പിക്കുകയും കുടിയേറ്റ പണ്ഡിതന്മാർക്കിടയിൽ പഠന മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ Renaissance period, the period of Renaissance. നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റാലിയൻ നഗരങ്ങൾ ചിന്താഗതി വർദ്ധിപ്പിക്കുകയും കുടിയേറ്റ പണ്ഡിതന്മാർക്കിടയിൽ പഠന മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് റെനൈസൻസ് എന്നൊരു സൈഡ് ഹെഡിങ്ങും അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഉണ്ട്. അതിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ അത് പറഞ്ഞുതരും. ഓക്കെ. സോ താങ്ക് യു.